110 വർഷത്തോളം പഴക്കമുള്ള ഒരു നാരോ ഗേജ് ട്രെയിൻ സർവീസ് നമ്മുടെ രാജ്യത്തുണ്ട്. അതെ, ഗുജറാത്തിലെ നവസാരി ജില്ലയിലെ ബിലിമൊറയിൽ നിന്നും ദാങ് ജില്ലയിലെ വാഗയിലേക്ക് പോകുന്ന നാരോ ഗേജ് ട്രെയിനിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. രാവിലെ ഇപ്പം 4:30 ഞങ്ങളിപ്പം മുംബൈയിലെ CSMT റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്താണുള്ളത്. ഇവിടുന്ന് ഇനിയിപ്പം നടന്ന് നേരെ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അവിടുന്ന് ലോക്കൽ ട്രെയിൻ കയറിയിട്ടാണ് മുംബൈ സെൻട്രലിലേക്ക് പോകുന്നത്. ഈ സമയത്ത് തന്നെ ഇതാ വണ്ടികൾ തീരെ കുറവാണ്. അങ്ങനെ നടന്നിപ്പോൾ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ തന്നെ ഒരുപാട് പേര് രാവിലെ കിടന്നുറങ്ങുന്നൊക്കെ കാണാം. പിന്നെ ഇവിടെ തന്നെ ചെറിയൊരു കടയൊക്കെ ഉണ്ട്, ചായയൊക്കെ വാങ്ങിച്ചു കുടിക്കാൻ. ഇപ്പം ഇവിടുന്ന് മുംബൈ സെൻട്രലിലേക്കുള്ള ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് കയറിയേ. അപ്പോൾ ബൊറിവലിയിലേക്ക് പോകുന്ന ഈ ഒരു ട്രെയിനിലാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത്. 4:46 ഇപ്പോൾ ചർച്ച് ഗേറ്റ് റെയിൽവേ സ്റ്റേഷൻ ഇതാ ട്രെയിൻ എടുത്തു. മുംബൈ സെൻട്രലിലേക്ക് ഒരാൾക്ക് 5 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. ഇവിടെ മറ്റൊരു ലോക്കൽ ട്രെയിൻ വരുന്നത് കാണാം. നാല് 57 മുംബൈ സെൻട്രലിലെത്തി. ഈ ഭാഗത്ത് ലോക്കൽ ട്രെയിനുകൾ മാത്രം വരുന്നതാണ്. എക്സ്പ്രസ് ട്രെയിനുകളൊക്കെ അങ്ങ് അവിടെയാണ്. ഇനി നേരെ അങ്ങോട്ടാണ് പോകാനുള്ളത്. ഇനി യാത്ര ചെയ്യാനുള്ള ട്രെയിൻ ഇതാണ്. ഇവിടെ ഒരു വന്ദേ ഭാരത് ഉണ്ട്. ഇത് അഹമ്മദാബാദിനടുത്തുള്ള ഗാന്ധിനഗർ ക്യാപിറ്റലിലേക്ക് പോകുന്ന വണ്ടിയാണ്. 6 മണിക്കാണ് ഇത് ഇവിടുന്ന് പുറപ്പെടുക. ഞങ്ങളിനി നേരെ പോകുന്നത് ഗുജറാത്തിലെ ബിലിമോറ എന്നൊരു സ്ഥലത്തേക്കാണ്. ഇവിടെ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാവിലെ 5:40 അഹമ്മദാബാദിലേക്ക് പോകുന്ന ഗുജറാത്ത് സൂപ്പർഫാസ്റ്റ് അത് തന്നെയാണ് പുറകിലുള്ളത്. അതിന്റെ സെക്കൻഡ് സീറ്റിംഗ് ആണ് ബുക്ക് ചെയ്തത്. ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു വണ്ടിയുടെ ഷണ്ടിങ് ആണ്. ഇത് ശതാബ്ദിയാണ്. ഇതിൽ വിസ്റ്റോഡോം കോച്ചൊക്കെ ഉണ്ട്. മുംബൈ സെൻട്രൽ അഹമ്മദാബാദ്. ഒരു ശതാബ്ദിക്ക് വിസ്റ്റോഡോം കോച്ചല്ലേ, സെറ്റല്ലേ? കാരണം നല്ല കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് പോവാലോ. ഒരേ സമയം ശരിക്കും പറഞ്ഞാൽ 3 വണ്ടികളാണ് അഹമ്മദാബാദിലേക്ക്. നമ്മൾ യാത്ര ചെയ്യുന്ന D4 കോച്ച് ഇതാണ്. ട്രെയിനിന്റെ നമ്പർ 22,953 ആണ്. പിന്നെ ഇതിന് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അഹമ്മദാബാദ് തന്നെ വൽസാദിലേക്കും വഡോദര ഭാഗത്തേക്കും. 2007 നിർമ്മിച്ച കോച്ചാണിത്. പിന്നെ ഈ റൂട്ടിലെ തന്നെ ഒരു ലെജൻഡറി ട്രെയിനാണിത്. ഇപ്പോഴും ഉത്കൃഷ്ട കോച്ചിന്റെ അത്ര വൈകാതെ തന്നെ LHBയിലേക്ക് മാറുന്ന പ്രതീക്ഷിക്കാം. 68ഉം 69ഉം ആണ് ഞങ്ങളുടെ സീറ്റ് നമ്പറുകൾ. ഇവിടെ തന്നെയാണ്. അതായത് ഒരു മിഡിൽ സീറ്റും ഒരു അയൽ സീറ്റും. 5:40 ഇവിടെ മുംബൈ സെൻട്രലിൽ നിന്ന് വണ്ടി എടുത്തു. ഈ വന്ദേ ഭാരത് ഇല്ലേ, ഇതെന്തായാലും നമ്മുടെ ഈ ട്രെയിൻ ഓവർടേക്ക് ചെയ്യും. അതും ഒരു 20 മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ പുറപ്പെടുമല്ലോ. അങ്ങ് അവിടെ ഒരു തേജസ് ഒക്കെ കാണാം. ട്രെയിൻ ഇപ്പോൾ കൽവാ റോഡ് എന്നൊരു സ്റ്റേഷനിലെത്തിയ. ഇവിടെ നിന്നാണ് വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്യുന്നത്. കടന്നു വരുന്നത് കാണാം. ട്രെയിൻ ഇപ്പോൾ ഗുജറാത്തിലേക്ക് എത്തിയേ. ഞങ്ങൾ വാപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓൺലൈൻ വഴി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ച്. ഇത് ഒണിയൻ പറാത്തയാണ്. IRCTC ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ കൂടെ തന്നെ കെച്ചപ്പ് ഉണ്ട്. പിന്നെ ഇതൊരു മാംഗോ പിക്കിൾ, അതായത് മാങ്ങാച്ചാറ്. അപ്പോൾ ഈ ഒരെണ്ണത്തിന് 80 രൂപയാണ്. മുംബൈയിൽ നിന്നും 212 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഇതാ ബിലിമോറ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 9:25 ഇപ്പോൾ. ഈ ട്രെയിനിൽ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. അൺറിസർവ്ഡിൽ തന്നെയാണ് നല്ല തിരക്ക്. മുംബൈയിൽ നിന്നും ബിലിമോറയിലേക്ക് ഒരാൾക്ക് സെക്കൻഡ് സീറ്റിങ്ങിന് വന്ന ടിക്കറ്റ് ചാർജ് 115 രൂപയാണ്. ഇപ്പൊ നമ്മളുള്ള ഭാഗത്തേക്ക് ബ്രോഡ് ഗേജ് ലൈനാണ്. ഇനി നാരോ ഗേജിലുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. ബിലിമോറ പട്ടണത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇതാണ്. ഇത് അങ്ങ് അതിലൂടെ ഒരു ട്രെയിനൊക്കെ പോകുന്നില്ലേ, അതാണ് ബ്രോഡ് ഗേജ് ലൈൻ. അതായത് ആ ഭാഗത്തുനിന്നാണ് നമ്മളിപ്പോൾ വന്നത്. ഇനിയിപ്പോൾ നമുക്ക് പോകാനുള്ള ലൈൻ ഇതാണ്, നാരോ ഗേജ്. ഇതിൻ്റെ വീതിയൊക്കെ കണ്ട ഇത്രയേ ഉള്ളൂ. അതായത് ആ ലൈനും ഈ ലൈനും തമ്മിലുള്ള ഒരു വ്യത്യാസം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അതായത് നാരോ ഗേജിൻ്റെ റെയിൽവേ സ്റ്റേഷൻ. ടിക്കറ്റ് കൗണ്ടറൊക്കെ എവിടെയാണ്.
ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. പിന്നെ ഇതൊരു നല്ലൊരു തിരക്കേറിയ ഭാഗം തന്നെയാണ്. അവിടെ ട്രെയിൻ ഇറങ്ങി ഈ പാലം വഴിയാണ് ഇറങ്ങി വന്നത്. ഇനിയിപ്പോൾ പോകാനുള്ള ട്രെയിനൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തേക്കാണ് വരിക. അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടർ ദേ ഇവിടെയാണ്. ടിക്കറ്റ് എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് കയറിയേ. ഇവിടെയാണ് ബിലിമോറ എന്നുള്ളൊരു ബോർഡൊക്കെ ഉള്ളത്. ഇപ്പോൾ 9:48. ഇതുവരെയായിട്ട് നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ വന്നിട്ടില്ല. ഇന്ന് നല്ല തിരക്കുണ്ടേ. അതുപോലെ തന്നെ ഇതാണ് നാരോ ഗേജ്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഈ ഒരു വീതി നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ നോക്കിക്കോ. ഇതിൻ്റെ തൊട്ടവിടെ തന്നെയാണ് ബ്രോഡ് ഗേജ് പാതി. എനിക്ക് തോന്നുന്നത് വാഗയിൽ നിന്ന് ഇങ്ങോട്ടുള്ള വണ്ടിയില്ലേ, ഇതുവരെയായിട്ട് ഇവിടെ എത്തിയിട്ടില്ല. അതാണ്. നമുക്ക് അങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് നടക്കാം. ആ വണ്ടീൻ്റെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് എവിടെ എത്തി, എത്ര മണിക്കിന് എത്തും ഒന്നും അറിയില്ല. പിന്നെ ഇവിടെ വലിയ മരമൊക്കെ ഉണ്ട്, നല്ല തണലാണ്. നമ്മൾക്കിന്ന് പോകാനുള്ള ട്രെയിൻ ഇതാ കടന്നു വരികയാണ്. എന്താ ലുക്കല്ലേ. ഡീസൽ ലോക്കോമോട്ടീവാണിത്. ഇതിൻ്റെ ഓരോ കോച്ചുകളിലേക്കും ആൾക്കാർ ഇപ്പം തന്നെ കയറി. പിന്നെ ഇതിനൊരു ചെയർകാർ, അതായത് ഒരു വിസ്റ്റഡം കോച്ച് കൂടിയുണ്ട്. അത് ഏറ്റവും പുറകിലാണ്. ബാക്കിയൊക്കെ അൺറിസർവ്ഡ് ആണ്. ഇതൊക്കെ അൺറിസർവ്ഡ് ആണ്. ഇത് 1997 നിർമ്മിച്ച കോച്ചാണ്. ഈ അൺറിസർവ്ഡ് കോച്ചിലേക്ക് നമുക്കിനി കയറാം. ഈ സീറ്റുകളൊക്കെ ഇങ്ങനെയാണ്. മരപ്പലകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഫാനൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റ് സംവിധാനവും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഷട്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ നോർമലി ഉത്കൃഷ്ട ട്രെയിനിലൊക്കെ ഉള്ളതുപോലെ തന്നെയാണ്. ഇത് കുറച്ചും കൂടെ വിസ്താരമായിട്ട് ഇരിക്കാൻ പറ്റിയ ടൈപ്പ് സീറ്റുകൾ തന്നെയാണ്. കാലൊക്കെ നീട്ടി ഒരുപാട് വെക്കാം. അത്രയും കൺജസ്റ്റഡ് ഒന്നും അല്ല അല്ലേ. ട്രെയിനിന്റെ ഏറ്റവും പുറകിലാണ് വിസ്റ്റഡോം കോച്ച് ഉള്ളത്. നമ്മൾ ഇപ്പോൾ വാഗയിലേക്ക് പോകുമ്പോൾ അൺറിസർവ്ഡിലാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലേ, തിരിച്ചു വരുന്നത് ഈ വിസ്റ്റഡോം കോച്ചിലാണ്. അപ്പം അതിൻ്റെ കാഴ്ചയൊക്കെ മനോഹരമായിരിക്കും. ഞങ്ങൾ ഈ കോച്ചിലാണ് ആദ്യം കയറിയത്. ഇവിടെ കൂടുതലും സ്കൂൾ കുട്ടികളാണ്. ഈ കോച്ചിലും അതെ, ഇത് ഈ തൊട്ട് മുന്നിൽ കാണുന്ന ഇവിടെയും അതെ. അതുകൊണ്ട് ഞങ്ങൾ ഈ രണ്ട് കോച്ചിലും കയറുന്നില്ല. നമുക്ക് ആ ഒരു മുൻഭാഗത്ത് പോയിട്ട് കയറാമെന്ന് കരുതിയതാ ഈ ഒരു കോച്ചിൽ. ഇതൊക്കെ 1997 നിർമ്മിച്ച കോച്ചുകളാണ്. ZDM5 ആണ് ഇതിൻ്റെ ലോക്കോമോട്ടീവായി വരുന്നത്. ഇന്ത്യൻ റെയിൽവേസ് പ്രതാപ് നഗർ. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. അവിടെ മറ്റ് വണ്ടികളൊക്കെ പോകുന്നതാണ്, അതായത് ബ്രോഡ് ഗേജ് ലൈൻ വഴി. ശരിക്കിത് സെറ്റപ്പ് ലോക്കോമോട്ടീവ് തന്നെയാണ്. 110 വർഷം പഴക്കമുള്ള പാത വഴിയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഈ ട്രെയിൻ പോകുന്ന റൂട്ടില്ലേ ഒരു ട്രൈബൽ ഏരിയ വഴിയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ബിലിമോർ എന്ന് വാഗ്യ വരെ 63 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഈ ഒരു 63 കിലോമീറ്റർ കടന്നു പോകാൻ വേണ്ടി ഈ ട്രെയിൻ ഏകദേശം ഒരു 3 മണിക്കൂറോളം സമയം എടുക്കുന്നുണ്ട്. കാരണം അത്രമാത്രം പതുക്കെയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടിക്കറ്റ് ചാർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരാൾക്ക് 20 രൂപയാണ് വാഗ വരെ വന്ന ചാർജ്. ഇനിയുണ്ടല്ലോ വാഗ വരെ മിക്കവാറും ഞങ്ങൾ നിന്നിട്ട് തന്നെയാണ് പോവുക. ട്രെയിനിന്റെ അകത്തൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായി. ഇതിന്റെ അകത്ത് മൊത്ത കൂക്കാണ്. അവർക്കൊരു സന്തോഷമല്ലേ അല്ലേ. ഈ ട്രെയിൻ കടന്നു പോകുന്ന വഴികളൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ഇതിന്റെ വേഗത ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണിത് കൂടുതൽ സമയം എടുക്കുന്നത്. ശരിക്കും ഇന്ന് വണ്ടി ഫുള്ളാണ്. എല്ലാവരും ഡോറിന്റെ ഭാഗത്ത് തന്നെയാണുള്ളത് കൂടുതലും. ട്രെയിൻ ഇപ്പോൾ ഗാൻദേവി എന്നൊരു സ്റ്റേഷനിലെത്തി. ഇവിടെ പ്ലാറ്റ്ഫോമൊന്നും തന്നെ ഇല്ല, ഇങ്ങനെ മാത്രമാണ്. ഇവിടെയൊക്കെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്.
അധികം ആൾക്കാരൊന്നും കയറാനുണ്ടായില്ല ഇവിടെ. ഈ ട്രെയിൻ വരുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ലെവൽ ക്രോസിംഗ് ഉണ്ട്. ട്രെയിൻ വരുന്നത് കണ്ടിട്ടും വണ്ടികൾ പോകുന്നത് നോക്കിയേ. ഇനി ഈ വണ്ടികൾ പോയിട്ട് വേണം ട്രെയിന് പോവാൻ. പക്ഷെ എന്താല്ലേ, ഇത് ഇവിടെ ആ ഒരു സ്ഥലത്ത് തന്നെ ഇതാ വണ്ടി നിർത്തിയ സമയത്ത് ആൾക്കാരും കയറി. ട്രെയിൻ ഇപ്പോൾ ചിക്ലി റോഡ് എന്ന സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടുന്നൊക്കെ ആൾക്കാരൊക്കെ കയറാനുണ്ട്. സ്റ്റേഷൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടുന്ന് എത്ര ആൾക്കാരാണ് കയറാനുള്ളത്. ഈ ഭാഗത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഞങ്ങളിതാ ഈ ഒരു ഡോറിന്റെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. വേറെ രക്ഷയില്ലല്ലോ അല്ലേ? ഒരു സൈഡിൽ മാത്രമേ ഡോറുള്ളൂ. ചില സ്ഥലത്ത് പ്ലാറ്റ്ഫോം അപ്പുറത്ത് മാറി വരുന്ന സമയത്ത് നേരത്തെ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് ചെറിയൊരു പ്രശ്നം വരുന്നത്. സ്റ്റേഷൻ കണ്ട നല്ല തിരക്ക് തന്നെയാണ്. ഇത് എല്ലാരും നമ്മുടെ കോച്ചിലേക്ക് തന്നെയാണ് കയറുന്നത്. ബേക്ക് അതിന്റെ അകത്തല്ലേ ഇല്ലത്. ഇവിടുന്ന് ട്രെയിൻ എടുക്കുവാണ്. ഈ സ്റ്റേഷനിൽ കയറിയ യാത്രക്കാരില്ലേ, അവരൊക്കെ ടിക്കറ്റ് എടുത്തത് ഈ ഗാർഡിന്റെ ഭാഗത്തു നിന്നാണ്. നമ്മുടെ ഈ കോച്ചിന്റെ അകത്തേക്ക് വെള്ളമൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചേട്ടനൊക്കെ വരുന്നുണ്ട്. തിരക്ക് കാരണം വരാൻ വേണ്ടി പറ്റുന്നില്ല. ട്രെയിൻ ഇപ്പോൾ റങ്കുവ എന്ന സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടുത്തെ ഓരോ റെയിൽവേ സ്റ്റേഷനും അടിപൊളിയാണ്. കാരണം നല്ല തണലാണ്. എന്ത് രസല്ലേ കാണാൻ. ഇനി ഇവിടുന്നും കയറാനുള്ള ആൾക്കാരാണിത്. എന്തായാലും ഒരു അടിപൊളി യാത്ര തന്നെ അല്ലേ? തിരക്കൊരു 1.5 ശരിക്കും പറഞ്ഞാൽ ഇതിൽ തിരക്കില്ലാത്ത ഒരൊറ്റ കോച്ചുള്ളത് ഏതാണെന്ന് അറിയാം. ഏറ്റവും പുറകിലുള്ള ആ ഒരു വിസ്റ്റഡോം മാത്രമാണ്. ഈ കോച്ചിൽ ഞങ്ങൾ നിൽക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ്. കാരണം ഇതിന്റെ ഒരു അടി പോലും ഇനിയിപ്പോൾ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. നേരത്തെ തന്നെ പറഞ്ഞില്ലേ, ഈ ട്രെയിനിൽ ഇന്ന് കൂടുതലും കുട്ടികളാണ്. അപ്പം അവർ നേരെ വാഗൈ ഭാഗത്തേക്ക് പോകുന്നവരാണ്. അവരുടെ ടീച്ചർമാരൊക്കെയാണ്. ശരിക്കും നല്ല രസമല്ലേ ഇതുപോലെയുള്ള ചെറിയൊരു യാത്രയൊക്കെ പോകാൻ. ഇവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റോളായി വണ്ടി നിർത്തിയിട്ട്. ബിലിമുറയിന്ന് വാഗയിലേക്കുള്ള പാതയില്ലേ, അത് പല ഘട്ടങ്ങളിലാണ് സ്ഥാപിച്ചത്. നമ്മളിപ്പോൾ 21 കിലോമീറ്ററോളാണ് സഞ്ചരിച്ചത്. ഇത് ഇവിടം വരെ, അതായത് വാഗയിൽ നിന്ന് ഈ റങ്കു വരെ 1914 സ്ഥാപിച്ചത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കിയുള്ള ഭാഗം മറ്റൊരു വർഷത്ത്. അത് അങ്ങനെ ഓരോരോ ഘട്ടങ്ങളാണ്. ഈ റൂട്ടിലത്തെ പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുറച്ച് മരങ്ങളും കുറച്ച് കാടുകളും മാത്രമാണ്. ഇതുവരെ അങ്ങനെ എടുത്ത് കാണത്തക്ക വിധത്തിലുള്ള വലിയ കാഴ്ചകളൊന്നും തന്നെ ഇല്ല. ശരിക്കും ഇതൊക്കെ ഒരു ഫോറസ്റ്റിലൂടെ തന്നെയാണ് പോകുന്നത്. ഓരോ ലെവൽ ക്രോസിങ് വരുമ്പോൾ ഈ ട്രെയിനിലത്തെ ആള് തന്നെ അവിടെ പോയിട്ട് അത് താഴ്ത്താനൊക്കെ നിൽക്കും. അങ്ങനെയാണ് ഈ ഒരു ലൈനിലത്തെ ഒരു രീതി. ഈ ഭാഗത്ത് തന്നെ സെപ്പറേറ്റ് ഗേറ്റ് മാനൊന്നും ഇല്ല. ഈ ട്രെയിൻ തന്നെ മുഴുവനായിട്ടും വരും. കണ്ടോ?
ഇനിയിപ്പോൾ വണ്ടി ഇവിടെ നിർത്തും. ഇനിയിപ്പോൾ ഇറങ്ങിയ ഒരാളെ ഇവിടുന്ന് കയറ്റാനുണ്ടല്ലോ. ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലെത്തിയേ. ഈ ഭാഗത്ത് പ്ലാറ്റ്ഫോം ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ നേരെ മറ്റൊരു ഭാഗത്താണ്. ആകെ ഒരു പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ലെവൽ ക്രോസിംഗ് കാണാം. 12:27 ട്രെയിൻ ഇപ്പോൾ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അനാവൽ. ഇവിടുന്ന് കയറാൻ ഇത്ര ആൾക്കാരേ ഉള്ളൂ. അത്യാവശ്യം കുറച്ച് വലിയൊരു നദി തന്നെ ഇതാ ഇവിടുന്ന് ക്രോസ് ചെയ്യുകയാണ്. വെള്ളമൊക്കെ കുറവാണ്. ട്രെയിൻ ഇപ്പോൾ ഉന വസ്വന്ത് റോഡ് സ്റ്റേഷനിലേക്ക് എത്തിയേ. ഇവിടെ ഒരുപാട് പേര് ഇറങ്ങാനുണ്ട്, അതുപോലെ തന്നെ കയറാനുണ്ട്. സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയൊക്കെയാണ്. ശരിക്കും ഞങ്ങൾ തുടങ്ങി അവിടെ മുതൽ ഇവിടം വരെ ഒരേ നിൽപ്പന്നെ അല്ലേ? ഇനി സീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല, അധികം പോകാനില്ലല്ലോ. ഈ വസ്വാദ് എന്ന് പറയുന്നത് ഗുജറാത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ്. പുള്ളിപ്പുലികളൊക്കെ ഉണ്ട് ആ ഒരു നാഷണൽ പാർക്കിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബിലിമോറയെന്ന് നേരത്തെ ഒരു റങ്കുവാന്ന് വരെ 1914 ആ ഒരു പാത സ്ഥാപിച്ചത്. ശേഷം വരുന്ന ബ്രാഞ്ചിലേക്ക്, അതായത് റങ്കുവേന്ന് ഇവിടം വരെ 1915 സ്ഥാപിച്ചത്. ആ കുട്ടികൾ മുഴുവൻ ഇവിടെയാണ് ഇറങ്ങിയത്. സീറ്റ് ഇപ്പോഴാണ് കാലിയായത്. ഇപ്പൊ നമുക്ക് സീറ്റ് കിട്ടും, അതുകൊണ്ട് കുഴപ്പമില്ല. ഏതല്ലേ, അവർക്കൊരു നല്ല സന്തോഷമല്ലേ ഇതൊക്കെ. 12:59 ഇവിടുന്ന് വണ്ടി എടുത്ത്. ശരിക്കും ഇന്ന് ഈ കുട്ടികൾ വന്നോണ്ടാണ് വണ്ടി ഫുള്ളായത്. പത്ത് 20 പുറപ്പെട്ട ട്രെയിൻ യാത്രയിൽ 1 മണിക്കാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അധികം പോകാനും ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു കോമഡി. ശരിക്കും നേരത്തെ കഴിഞ്ഞ സ്റ്റേഷനില്ലേ, അവിടം വരെയാണ് ഈ ട്രെയിനിലേക്ക് ഒരു 90% ആൾക്കാരെന്ന് പറയുക. ഈ ഭാഗമൊക്കെ വേക്കൻ്റ് തന്നെയാണ്. ഇവിടെ മുഴുവനും കരിമ്പാണ്. ഇതങ്ങ് ഒരുപാടുണ്ട്. ഇവിടെ കുറച്ച് പശുക്കളെയൊക്കെ കാണാം. ഇനിയിപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലെത്തി. ഈ ഭാഗത്ത് പ്ലാറ്റ്ഫോം ഒന്നും തന്നെ ഇല്ല. ഇങ്ങനെയാണ്. ഇവിടെ ഉണ്ടോ? അതാ നമ്മളെ പോലെയുള്ള ഓരോ യാത്രക്കാരും വന്നിട്ട് കഴിച്ച ഭക്ഷണത്തിൻ്റെയൊക്കെ വേസ്റ്റ് ഇട്ടതാണിത്. കെവടി റോഡ് എന്നാണ് സ്റ്റേഷൻ്റെ പേര്. പിന്നീടല്ലോ ഈ ട്രെയിനിൽ കയറുന്ന യാത്രക്കാരില്ലേ, അവരൊക്കെ ടിക്കറ്റ് എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ പോയാൽ ഒരു സ്ലിപ്പ് എഴുതി തരും, അതായത് ടിക്കറ്റ്. ഇതൊരു നല്ലൊരു കാര്യമല്ലേ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് കിട്ടില്ല. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല, ആൾക്കാർ കയറിയതിനു ശേഷം മാത്രമേ വണ്ടി ഇവിടുന്ന് എടുക്കുള്ളൂ. അങ്ങനെ ഇതാ ഈ സ്റ്റേഷനിൽ നിന്നും വണ്ടി എടുത്തു. കളാമ്പ സ്റ്റേഷനിൽ ട്രെയിൻ എത്തി. 2 മിനിറ്റാണ് നിർത്തിയത്.
നേരത്തെ കഴിഞ്ഞ ഉനൈ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെ അവിടുന്ന് ഈ കളാമ്പയിലേക്ക് 1917 പാത വന്നത്. അതായത് ആ ഒരു ഭാഗത്തുനിന്ന് ഇവിടേക്ക്. അംബിക റിവർ ഇതാ ഇവിടുന്ന് ക്രോസ് ചെയ്യുകയാണ്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ടൊരു നദിയാണ് ഇവിടുന്ന് ക്രോസ് ചെയ്യുന്നത്. വെള്ളം തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ആ ഭാഗത്തെല്ലാം കാണാം. അതിലേക്ക് തന്നെ വേസ്റ്റ് എറിയുകയാണ്. അങ്ങനെ കുറേ ടീമുണ്ട്. ശരിക്കും ഈ സമയത്ത് നല്ല ചൂടാണ് ഇവിടെ. ഇറങ്ങി വന്ന് കുളിക്കാനൊക്കെ തോന്നാം. വാഗ എത്തുന്നതിന് മുന്നേയുള്ള അവസാന സ്റ്റോപ്പാണിത്, ദുംഗർദ. ഈ സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊരു കറക്റ്റ് പ്രൊണൗൺസിയേഷൻ തന്നെ ആകണമെന്നില്ല ഞങ്ങൾ പറയുന്നത്. ബിലിമോറയിൽ നിന്നും 63 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിനിപ്പിത വാഗൈ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 2:05 ഇപ്പോൾ. ഇവിടെ വരെയാണ് ട്രെയിൻ സർവീസ് ഉള്ളത്. ഇനിയിപ്പോൾ 2:30 ഈ വണ്ടി തിരിച്ചു പോകും. അതിലൊക്കെ കയറാനുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഇവിടുന്ന് ഇപ്പം തന്നെ ഈ ഒരു ലോക്കോമോട്ടീവ് ഇവിടുന്ന് റിമൂവ് ചെയ്യേണ്ട ഒരു പരിപാടിയൊക്കെ നടക്കുകയാണ്. എനിക്ക് എന്തായാലും ഈ ഒരു ലോക്കോ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ട്. ഇവിടെ നിർത്തുമ്പോൾ കാണുന്നൊരു കാഴ്ച കണ്ടാ അടിപൊളിയല്ലേ? ഓ എന്താ ഒരു ഫ്രെയിം. അത് റിമൂവ് ചെയ്തതാ അങ്ങ് പോവുകയാണ്. എന്നിട്ട് അങ്ങ് അവിടുന്ന് നേരെ തിരിച്ച് ഇതുവഴി വരും. ഇവിടെ ഒരു നെയിം ബോർഡുള്ളത് കാണാം. അങ്ങ് അവിടെയാണ് സ്റ്റേഷൻ അവസാനിക്കുന്നത്. ട്രാക്ക് ഇതാ അവിടെ വരെയാണുള്ളത്. നമ്മളിന്ന് യാത്ര ചെയ്ത ഈ ഒരു റൂട്ടിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് പറയാം. 1913 ഈ ഒരു റൂട്ട് സ്ഥാപിതമായത്. 1875 മുതൽ 1939 വരെ ബറോഡ സ്റ്റേറ്റിലത്തെ രാജാവായിരുന്ന സായിജി റാവു ഗെയ്ദ്വാഡിൻ്റെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷുകാരാണ് ഈ ഒരു പാത പണിതത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സ്റ്റേറ്റ് റെയിൽവേയുടെ കീഴിലായിരുന്നു ഈ ഒരു റൂട്ട് ഉണ്ടായത്. ഇപ്പോഴും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ റെയിൽവേ ആണ്. അതുപോലെ തന്നെ അന്നേ സമയത്ത് വനത്ത് നിന്ന് ഒരുപാട് വിലപിടിപ്പുള്ള തേക്ക് പോലുള്ള മരങ്ങൾ കടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാത പണിതു എന്ന് പറയാം. കൂടുതലായിട്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ നേരത്തെ പറഞ്ഞില്ലേ, ട്രൈബലായിട്ടുള്ള ആൾക്കാരും കർഷകർ ഒരുപാട് ഈ ഗ്രാമവാസികൾ അവർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപകാരപ്രദമാകുന്നത്.
അങ്ങനെ ഇരിക്കെ 2020 സമയത്ത് ഇവിടെ ഒരുപാട് സമരങ്ങളൊക്കെ വന്നു. അത് വേറൊന്നുമല്ല, 2020 റെയിൽവേ ഈ ഒരു റൂട്ട് നിർത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയുണ്ടായി. അന്നേ സമയത്ത് രാഷ്ട്രീയ ഭേദം തന്നെ ഈ ഒരു വാഗയ്ക്ക് വരുന്നത് ഡാങ് എന്ന് പറഞ്ഞ ജില്ലയാണ്. ഇവിടുത്തെ BJP MLA ആയ വിജയ് പട്ടേൽ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു സ്റ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എന്താ പറയുക നാഷണൽ പാർക്കിൻ്റെ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടായില്ലേ, അവിടുത്തെ കോൺഗ്രസിൻ്റെ MLA വരുന്നത് എന്താ പറയുക MLA നല്ല ആക്റ്റീവായ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയൊക്കെ നല്ല രീതിയിലാണ് ഇവിടെ പ്രതിഷേധ സമരങ്ങളൊക്കെ ഉണ്ടായത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിൻ്റെ MLA എന്ന് പറഞ്ഞാൽ ഈ റൂട്ടിൽ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പ്രതിഷേധ സമരങ്ങളൊക്കെ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ തന്നെ വാഗയിൽ തന്നെ ബിപിൻ ഭായ് എന്ന് പറഞ്ഞൊരു സാമൂഹിക പ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് സമരം നടത്തിയത്. അങ്ങനെ ഇരിക്കെ 2021 സെപ്റ്റംബർ 4 ആ ഒരു പ്രതിഷേധ സമരങ്ങൾക്കൊക്കെ എന്താ പറയുക ഒരു ഫലം കണ്ടെന്ന് പറയാം. വീണ്ടും റൂട്ടിലൂടെ ട്രെയിൻ ഓടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ അതേ സമയത്ത് ഓടുകയും ചെയ്തു. അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ട്രെയിൻ്റെ ഏറ്റവും പിറകിൽ ഒരു വിസിറ്റ് ഓടാൻ കണ്ടില്ല ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്, അത് അറ്റാച്ച് ചെയ്യുകയും ചെയ്തു. വാഗൈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇവിടുന്ന് ഈ ഭാഗത്തേക്കാണ് ടൗൺ ഏരിയയിലേക്കുള്ള ഒരു വഴിയൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ തന്നെ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു കാമായൊരു ഏരിയ തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇപ്പം തന്നെ ഈ ട്രെയിൻ പുറപ്പെടാനുണ്ടല്ലോ, ഇതിൽ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ബിലിമൊറയിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അൺറിസർവ്ഡ് ആണല്ലോ. ഇനി തിരിച്ചു പോകുന്നത് ഇതിൻ്റെ വിസ്റ്റോഡോം കോച്ചിലാണ്. അതിൻ്റെ അകത്തെ കാഴ്ചയൊക്കെ എങ്ങനെയാണ്, യാത്രക്കാരൊക്കെ എത്രത്തോളം ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ ടൈമിംഗ് പറയുവാണെങ്കിൽ ഇത് ഒരൊറ്റ റേക്ക് വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് പറയാം. രാവിലെ 6 മണിക്കാണ് ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് വരുന്നത്. 6 മണിക്ക് ഓടിയ ശേഷം നേരെ എന്താ പറയുക ഒരു 9:30 ആകുമ്പോഴത്തേക്കും ബിലിമോർ എത്തും. ശേഷം അവിടുന്ന് 10:20 നമ്മളിപ്പോൾ വന്ന ഒരു സമയത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ ഏകദേശം ഒരു 2 മണി സമയത്താണ് എത്തേണ്ടത്. ശേഷം വീണ്ടും ഇവിടുന്ന് 2:30 വണ്ടി എടുക്കുക. അത് അവിടെ ഏകദേശം ഒരു 5:30 5:45 ബിലിമോർ എത്തും. ശേഷം അവിടെ നിന്ന് നൈറ്റ് 7:40 ഇങ്ങോട്ടേക്ക്. അത് എനിക്ക് തോന്നുന്നു ഒരു 10:30 ഇവിടെ എത്തും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടൈമിംഗ് വരുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഈ ഒരു നാരോ ഗേജ് ട്രെയിനിൻ്റെ യാത്രക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.